നമുക്കൊക്കെ വരുന്ന ഒരു സംശയമാണ്. അതായത് ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, അല്ലാഹു തആല ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെയാണ് എന്ന് പറയുമ്പോൾ അല്ലാഹു തആല നമ്മുടെ കൂടെ വരും എന്നുള്ളതാണോ? എന്താണ് അല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്? അല്ലാഹു തആല നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അല്ലാഹുവിനൊരു ശരീരമുണ്ടോ, ഒരു ശഖ്സ് ഉണ്ടോ? എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? അത് വളരെ കൃത്യമായിട്ട് രണ്ട് ഉസ്താദുമാർ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. നമ്മളൊന്ന് കണ്ടാലോ? ഇന്നല്ലാഹു മഅ സ്വാബിരീൻ പോലത്തെ ആയത്തുകളിലെ അല്ലാഹു തആല ക്ഷമിക്കുന്നവരോടൊപ്പമാണ്, അല്ലാഹു തആല മുത്തഖീങ്ങളോടൊപ്പമാണെന്ന് പറയുമ്പോൾ അവിടെ അല്ലാഹു തആല അവരോടൊപ്പമുണ്ട്, അല്ലെങ്കിൽ അല്ലാഹു തആലയ്ക്ക് ഒരു മക്കാനുണ്ട് എന്നൊരു അർത്ഥത്തിന് ലഭിക്കും. ഇതുപോലത്തെ ആയത്തുകളുടെ തഫ്സീർ എടുത്ത് നോക്കുകയാണെങ്കിൽ ബിലൗനി വന്നസ്രി ഇജാബത്തി ദഅവത്തി എന്നൊക്കെ കാണാം. അള്ളാഹു ഒന്നിച്ചുണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ സഹായിക്കലുമുണ്ട്, സംരക്ഷിക്കലുമുണ്ട്, നമ്മുടെ ദുആഇനൊക്കെ ഇജാബത്ത് നൽകിക്കൊണ്ട് റബ്ബ് നമ്മോടൊപ്പം ഉണ്ട് എന്നാണ്. ഉദാഹരണത്തിന് എനിക്കൊരാൾ ഫോൺ കോൾ ചെയ്തിട്ട് വിഷമങ്ങൾ പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നൊന്നും പേടിക്കണ്ട, എൻ്റെ ഒപ്പം ഞാനുണ്ട് എന്ന് പറയുമ്പോൾ ആ വിളിച്ച ആളൊപ്പം ഞാനില്ല, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ സഹായിക്കാം, ഞാൻ എന്നെ സംരക്ഷിക്കാം എന്നൊക്കെയാണല്ലോ അതിനർത്ഥം. അതുപോലെ തന്നെ അള്ളാഹു ഒന്നിച്ചുണ്ടെന്ന് പറയുമ്പോൾ സഹായിക്കലുമുണ്ട്, നമ്മുടെ ദുആഇനൊക്കെ ഇജാബത്ത് നൽകിക്കൊണ്ട് നമ്മളെ സംരക്ഷിക്കലുമുണ്ട്, റബ്ബ് നമ്മോടൊപ്പം ഉണ്ട് എന്നാണ്. അപ്പം അള്ളാഹുവിന്റെ മക്കാനല്ല, മക്കാനത്താണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതായത് അള്ളാഹു സ്ഥലം കൊണ്ടല്ല, സ്ഥാനം കൊണ്ടാണ് നമ്മോടൊപ്പം ഉള്ളത് എന്നാണ് അതിനർത്ഥം. എത്ര വ്യക്തമായിട്ട്, എത്ര ക്ലിയർ ആയിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നതല്ലേ? അല്ലാഹു തആല നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ദുആ സ്വീകരിക്കാൻ വേണ്ടി, നമുക്ക് സഹായങ്ങൾ ചെയ്തു തരാൻ വേണ്ടി ഒക്കെ അള്ളാഹുവിൻ്റെ ഒരു സഹായം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ക്ഷമിക്കുന്ന ആളുകൾക്ക് ക്ഷമിക്കാത്ത ആളുകളെക്കാളും കൂടുതൽ അടുത്ത് അല്ലാഹു തആല സഹായം ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് വ്യക്തമായ ഒരു ഉദാഹരണവും ഉസ്താദ് പറഞ്ഞു തരുന്നുണ്ട്. എന്താ? ഒരാൾ നമ്മെ വിളിച്ചിട്ട് സങ്കടം പറയാണ്, ടെലിഫോണിലൂടെ വിളിച്ചിട്ട് പറയാണ്, അദ്ദേഹം എവിടെയോ നിൽക്കുന്ന ആളാണ്. ആ പറയുന്ന സമയത്ത് നീ പേടിക്കണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആള് ചിലപ്പോൾ നാട്ടിലും വിളിക്കുന്ന ആള് വിദേശത്തുമായിരിക്കും. പിന്നെ എങ്ങനെയാ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ശഖ്സ് ഒന്നിച്ചിട്ടുണ്ടാവുക, ആ ശരീരം ഒന്നിച്ചിട്ടുണ്ടാവുക, ആ ഒരു തടി ഒന്നിച്ചിട്ടുണ്ടാവുക? അങ്ങനെയല്ല. നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ധൈര്യമാണ്, അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ധൈര്യമാണ്. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്നുള്ള ആ ഒരു ധൈര്യമാണ്. അതാണ് ഇവിടെ ഇന്നല്ലാഹു മഅ സ്വാബിരീൻ എന്നൊക്കെ പറയുന്നതിൽ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നല്ല കാര്യങ്ങൾ പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലതും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Ujas Creation YouTube channel. Like, share, comment and subscribe.